നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും തന്നെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യങ്ങളിൽ ഒന്നാണ് സമ്പത്ത് എന്ന് പറയുന്നത്. പണം, സമൃദ്ധി, ഭാഗ്യം, കുടുംബസുഖം, ഇതൊക്കെയും നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും അതിനായിട്ടാണ് പ്രയത്നിക്കുന്നത്. പക്ഷെ ചില വീടുകളിൽ നോക്കിക്കഴിഞ്ഞാൽ എത്ര ശ്രമിച്ചാലും സമ്പത്ത് നിലനിൽക്കില്ല. പണം വന്നാൽ പോകും. അപ്രതീക്ഷിതമായിട്ടുള്ള ചെലവുകളായിരിക്കും, ഒരുപാട് കടബാധ്യതകളായിരിക്കും, ഏതൊരു കാര്യത്തിനും തടസ്സങ്ങളായിരിക്കും. അതേസമയം ചില വീടുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വലിയ വരുമാനമില്ലെങ്കിലും അവിടുത്തെ സമ്പത്ത് സ്ഥിരമായിട്ട് നിലനിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവർക്ക് ഭാഗ്യം കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇതിന് പിന്നിലെ ഒരു രഹസ്യമുണ്ട്. ഒന്നാമത്തേത് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ വയ്ക്കുന്ന ചില വസ്തുക്കളാണ്. അവ എവിടെ എങ്ങനെ വയ്ക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ അയൽക്കാർ കാണുന്ന രീതിയിൽ അവ എങ്ങനെ ദൃശ്യമാകുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ജ്യോതിഷപരമായിട്ടും വാസ്തുപരമായിട്ടും നമ്മുടെ വീട്ടിൽ സമ്പത്ത് വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന അത്യന്തം ശക്തമായിട്ടുള്ള വസ്തുക്കളെയും അവ വയ്ക്കേണ്ട ശരിയായ രീതികളെയും ദിശയെയും പറ്റിയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ ശ്രദ്ധയോടെ കാണുക. കാരണം ഇതിൽ പറയുന്ന ഓരോ ചെറിയ കാര്യവും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യാം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ജ്യോതിശാസ്ത്ര പ്രകാരം ഓരോ വസ്തുവിനും ഓരോ ഊർജമുണ്ട് എന്നുള്ളതാണ്. ഒരു വീട്ടിൽ വയ്ക്കുന്ന വസ്തുക്കൾക്ക് ആ വീട്ടിലെ ഗ്രഹനിലകളെ സ്വാധീനിക്കാനായിട്ട് കഴിയും. ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കാനും കുറയ്ക്കാനും സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഭാഗ്യം ഉയർത്താനും തടയാനും കഴിയും. പ്രത്യേകിച്ച് അയൽക്കാർ കാണുന്ന രീതിയിലുള്ള വസ്തുക്കൾക്ക് വളരെ വലിയ ശക്തിയുണ്ട്. കാരണം അവ മറ്റുള്ളവരുടെ ദൃഷ്ടിയെ ആകർഷിക്കുന്നു എന്നുള്ളതാണ്. ദൃഷ്ടി എന്ന് പറയുന്നത് തന്നെ ഒരു ഊർജമാണ്. നല്ല ദൃഷ്ടി വന്നു കഴിഞ്ഞാൽ സമൃദ്ധിയും, മോശം ദൃഷ്ടി വന്നു കഴിഞ്ഞാൽ നഷ്ടവുമായിരിക്കും അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ വീടിന്റെ പുറംഭാഗം, വാതില്, മുറ്റം, മുൻവശം, അയൽക്കാർ കാണുന്ന ഭാഗം ഒക്കെയും വളരെ ശ്രദ്ധയോടെ ക്രമീകരിക്കണം എന്ന് പറയുന്നത്. വീടിന്റെ മുന്നിൽ വയ്ക്കേണ്ട പ്രധാന വസ്തുക്കളെ കുറിച്ചാണ് ആദ്യം തന്നെ പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു തുളസിച്ചെടിയാണ്. ജ്യോതിഷത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള സമ്പത്ത് ആകർഷിക്കുന്ന ഒരു ചെടിയാണ് തുളസി. വീടിന്റെ മുൻവശത്ത് തുളസി വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം വർദ്ധിക്കും, നെഗറ്റീവ് ഊർജം ഇല്ലാതാകും, സമ്പത്ത് സ്ഥിരമാകും. ഇനി ഇത് വയ്ക്കേണ്ട രീതി, തുളസി ചെടി എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും വച്ചത് കൊണ്ട് ഗുണമില്ല. അതിന് കൃത്യമായിട്ടുള്ള ഒരു സ്ഥാനം അല്ലെങ്കിൽ ഒരു രീതിയുണ്ട്. വടക്ക് അല്ലെങ്കിൽ കിഴക്ക് ദിശയിലാണ് തുളസി വയ്ക്കുന്നത് ഏറ്റവും ഉത്തമം. അതുപോലെ തന്നെ ചെടി ഉണങ്ങാതെ സൂക്ഷിക്കേണ്ടതും വളരെ പ്രധാനമാണ്. വെള്ളമൊഴിക്കുമ്പോൾ പ്രാർത്ഥനയോടുകൂടി ഒഴിക്കണം, ശുദ്ധിയോടുകൂടി ഒഴിക്കണം. ഒരു കാരണവശാലും അഴുക്ക് വെള്ളമോ അല്ലെങ്കിൽ നമ്മൾ കുളിക്കാതെയോ ഒന്നും തന്നെ തുളസിക്ക് ജലം സമർപ്പിക്കാനായിട്ട് പാടില്ല. തുളസി ഉണങ്ങുന്നത് ജ്യോതിഷത്തില് വലിയ ഒരു മുന്നറിയിപ്പാണ്. ഇനി രണ്ടാമത്തെ കാര്യം ഒരു വിളക്ക് തെളിയിക്കുന്നതാണ്. നമ്മുടെ വീടിന്റെ മുന്നിൽ തെളിയുന്ന വിളക്ക് സമ്പത്തിന്റെ പ്രതീകമാണ്. അത് വയ്ക്കേണ്ടത് പ്രധാന വാതിലിന് സമീപമാണ്. സന്ധ്യയ്ക്ക് പ്രധാന വാതിലിന് സൈഡിലായിട്ട് ഒരു വിളക്ക് തെളിയിക്കുക. ഒരു ചിരാതില് ഒരു എണ്ണയൊഴിച്ച് തിരിയിട്ട് ഒരു വിളക്ക് തെളിയിക്കുക. ഇതിന്റെ ജ്യോതിഷ ഫലം എന്ന് പറയുന്നത് ശുക്രഗ്രഹത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കും എന്നതാണ്. ശുക്രഗ്രഹത്തിന്റെ ശക്തി വർദ്ധിച്ചു കഴിഞ്ഞാൽ പണപ്രവാഹം വർദ്ധിക്കും എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു മണി അല്ലെങ്കിൽ ബെല്ല്. വാതിലിൽ മണി വയ്ക്കുന്നത് അത്യന്തം ശക്തമായിട്ടുള്ള വാസ്തു പരിഹാരമാണ്. എന്തുകൊണ്ടാണ് വാതിലിൽ മണി വയ്ക്കുന്നത് ഒരു പരിഹാരമാണ് എന്ന് പറയുന്നത്? മണിയുടെ ശബ്ദം നെഗറ്റീവ് ഊർജം മാറ്റുന്നു എന്നുള്ളതാണ്. അത് ലക്ഷ്മി ദേവിയെ ആകർഷിക്കുന്നു. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, മണി വയ്ക്കുന്ന സമയത്ത് ഒരു കാരണവശാലും തകർന്ന മണി വയ്ക്കാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ചില മണികളിലെ ശബ്ദം വ്യക്തമായിരിക്കില്ല. അങ്ങനെയുള്ള മണികൾ തൂക്കാനായിട്ട് പാടില്ല. എപ്പോഴും ശബ്ദം വ്യക്തമായിരിക്കണം. ഇനി നാലാമതായിട്ട് അലങ്കാര ചെടികളെ കുറിച്ചാണ് പറയുന്നത്. അയൽക്കാർ കാണുന്ന രീതിയിൽ വീട്ടിന്റെ മുന്നിൽ പച്ച നിറമുള്ള ചെടികൾ വയ്ക്കുക. അങ്ങനെ ചെയ്യുന്നത് ബുധഗ്രഹ ശക്തി വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. വ്യാപാര വിജയവും സാമ്പത്തിക വളർച്ചയും ഉണ്ടാകും. എന്നാൽ മുള്ളുള്ള ചെടികൾ, ഉണങ്ങിയ ചെടികൾ എന്നിവ ഒരു കാരണവശാലും നമ്മൾ സൂക്ഷിക്കാനായിട്ട് പാടില്ല.
ഇനി അടുത്തതായിട്ട് സമ്പത്ത് തടയുന്ന ചില വസ്തുക്കളുണ്ട്. നമ്മൾ അറിയാതെ നമ്മുടെ വീട്ടിൽ വയ്ക്കുന്ന ചില വസ്തുക്കൾ നമ്മുടെ സമ്പത്തിനെ തടയും എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തേത് തകർന്ന വസ്തുക്കളാണ്. തകർന്ന കസേര, പൊട്ടിയ പാത്രങ്ങൾ, പ്രവർത്തിക്കാത്ത ഉപകരണങ്ങൾ. ജ്യോതിഷത്തിൽ ഇതൊക്കെയും സമ്പത്തിന്റെ തടസ്സം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിവാക്കേണ്ട മറ്റൊരു വസ്തുവാണ് പഴയ ഉപയോഗമില്ലാത്ത സാധനങ്ങൾ എന്ന് പറയുന്നത്. അതിപ്പോൾ പഴയ പുസ്തകങ്ങളാകാം, ഉപയോഗമില്ലാത്ത വസ്ത്രങ്ങളാകാം, കൂമ്പാരമായിട്ട് കിടക്കുന്ന സാധനങ്ങളാവാം. ഇതെല്ലാം നെഗറ്റീവ് ഊർജം വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ വളരെ പ്രാധാന്യത്തോടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വീടിന്റെ മുന്നിൽ അഴുക്കുള്ള ഒരു സ്ഥിതി ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത്. ലക്ഷ്മി ദേവി അങ്ങനെയുള്ള വീട്ടിൽ താമസിക്കില്ല എന്നാണ് ജ്യോതിഷം പറയുന്നത്. ഇനി അടുത്തതായിട്ട് അയൽക്കാർ കാണുന്ന രീതിയിൽ വയ്ക്കാവുന്ന സമ്പത്ത് ആകർഷിക്കുന്ന വസ്തുക്കളെ കുറിച്ച് പറയാം. ഇതിൽ ഒന്നാമത്തെ വസ്തു എന്ന് പറയുന്നത് ശംഖാണ്. വീടിന്റെ മുന്നിൽ ശംഖ് വെച്ചാൽ ദിവ്യ ഊർജം വർദ്ധിക്കും എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് ധനയോഗം കൊണ്ടുതരും. ഇനി രണ്ടാമത്തേത് ശ്രീയന്ത്രമാണ്. ശ്രീയന്ത്രം വയ്ക്കേണ്ടത് പ്രധാന വാതിലിന് സമീപമായിട്ടാണ്. ഇത് കിഴക്ക് ദിശയിലേക്കാണ് വയ്ക്കേണ്ടത്. ഇതിന്റെ ഫലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇത് വയ്ക്കുന്നത് കൊണ്ടുള്ള നേട്ടം എന്ന് പറയുന്നത്, ലക്ഷ്മി കൃപയുണ്ടാകും. ബിസിനസ് ഒക്കെ നടത്തുന്നവർക്ക് ബിസിനസ്സിൽ വളർച്ചയുണ്ടാകും. കടബാധ്യതകളൊക്കെ പതിയെ കുറഞ്ഞു തുടങ്ങും. ഇനി മൂന്നാമത്തെ വസ്തു എന്ന് പറയുന്നത് ഗണപതി പ്രതിമയാണ്. കാരണം വിഘ്നങ്ങൾ നീങ്ങാനായിട്ടും പുതിയ അവസരങ്ങൾ തുറക്കാനായിട്ടും ഗണപതി പ്രതിമ വയ്ക്കുന്നത് വളരെ ശ്രേഷ്ഠകരമാണ്. ഇനി അതുപോലെ തന്നെ കുബേരൻ പ്രതീകം. ജ്യോതിഷത്തിലെ കുബേരൻ എന്ന് പറയുന്നത് സമ്പത്തിന്റെ ദേവനാണ്. വീടിന്റെ മുന്നിൽ ചെറിയ കുബേരൻ പ്രതീകം വെച്ചാൽ സമ്പത്ത് സ്ഥിരമാകും എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള സമ്പത്ത് മന്ത്രമുണ്ട്. ഞാനിവിടെ പറയുന്ന ഈ ഒരു മന്ത്രം ദിവസവും 108 തവണ ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തടസ്സങ്ങളൊക്കെയും നീങ്ങും. മന്ത്രം ഇങ്ങനെയാണ്: ഓം ശ്രീം മഹാലക്ഷ്മിയേ നമഃ. ഈ ഒരു മന്ത്രം ദിവസവും 108 തവണ ചൊല്ലുക. 21 ദിവസം തുടർച്ചയായിട്ട് ചൊല്ലുമ്പോഴേക്കും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ നിങ്ങൾക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. പ്രത്യേകം ഓർക്കുക, പൂർണ്ണ ശുദ്ധിയോടെ വേണം നമ്മൾ ഈ ഒരു മന്ത്രം ജപിക്കാനായിട്ട്. നിലവിളക്കിന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് ജപിച്ചു കഴിഞ്ഞാൽ ഫലം ഇരട്ടിയാകും എന്നുള്ളതാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സമ്പത്ത് നേടാനായിട്ട് വലിയ പൂജകളും വലിയ വഴിപാടുകളും മാത്രം മതിയാവില്ല. നമ്മൾ നമ്മുടെ വീട്ടിൽ വയ്ക്കുന്ന ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ ജീവിതത്തെ മാറ്റും എന്നുള്ളതാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും നമ്മുടെ വീട് ശരിയായ രീതിയിൽ ക്രമീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ സമ്പത്ത് വാഴില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നെങ്കിലും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പരീക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മാറ്റം അനുഭവപ്പെടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.